സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് പിന്നാലെ മുസ്ലിം ലീഗിൽ കടുത്ത അതൃപ്തി. സീറ്റ് ലഭിക്കാത്തതിൽ കടുത്ത അതൃപ്തിയുള്ള വനിതാ ലീഗ് ഇന്ന് യോഗം ചേർന്ന് തുടർ നീക്കങ്ങൾ തീരുമാനിക്കുമെന്ന് അറിയുന്നു. അതുപോലെ മറ്റൊരു കാര്യം, ലീഗ് നേതൃത്വത്തിനെതിരെ വീണ്ടും വിമർശനവുമായി മുൻ MLA അബ്ദുറഹ്മാൻ രണ്ടത്താണി രംഗത്ത് വന്നു. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ സ്ഥാനാർത്ഥിയാക്കിയത് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ചോദ്യം. ഗൂഗിൾ കെ വേണുഗോപാൽ മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ഗൂഗിൾ, രണ്ടത്താണി അസംതൃപ്തി പുകയുന്ന മനസ്സോടെയാണോ കളത്തിലിറങ്ങിയിരിക്കുന്നത്? ഗുഡ് മോർണിംഗ്. തീർച്ചയായും ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിക്ക് കടുത്ത അമർഷമുണ്ട്, അതൃപ്തിയുണ്ട്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന ഉടൻ തന്നെ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം അത് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇന്നലെ മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ ഫോട്ടോ പങ്കുവെച്ചുകൊണ്ട് സാദിഖ് അലി തങ്ങളെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടായിരുന്നു ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണി തന്റെ വിമർശനം ആദ്യമായി പങ്കുവെച്ചത്. പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ആക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടായിരുന്നു ഇന്നലെ അദ്ദേഹം ഒരു പോസ്റ്റ് പങ്കുവെച്ചത്. അതിൽ പറഞ്ഞത് പാർട്ടിക്ക് വേണ്ടി അധ്വാനിച്ചവരെ തിരിച്ചറിഞ്ഞ നേതാവായിരുന്നു മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എന്നായിരുന്നു. സാദിഖ് അലി ശിഹാബ് തങ്ങളെ പരോക്ഷമായി വിമർശിച്ചു. പക്ഷേ പിന്നീട് അത് ഡിലീറ്റ് ആക്കി. എന്നാൽ ഇന്ന് പുലർച്ചെ അദ്ദേഹം വീണ്ടും മറ്റൊരു പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്. തിരൂരങ്ങാടിയിൽ PMA സമീറിനെ, ചന്ദ്രികയുടെ ഫിനാൻസ് ഡയറക്ടറാണ്, മുസ്ലിം ലീഗിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയാണ്, അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയത് എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് അബ്ദുറഹ്മാൻ രണ്ടത്താണിയുടെ ഒരു ചോദ്യം. ആ ഭാഗങ്ങളിലുള്ള തിരൂരങ്ങാടി നിയോജക മണ്ഡലത്തിൽപ്പെടുന്ന പഞ്ചായത്ത് കമ്മിറ്റിയോ അല്ലെങ്കിൽ മുനിസിപ്പൽ കമ്മിറ്റിയോ ആവശ്യപ്പെടാതെയാണ് PMA സമീറിന് സ്ഥാനാർത്ഥിത്വം നൽകിയിട്ടുള്ളത്. അത് ഈ പറഞ്ഞതുപോലെ തങ്ങന്മാരെ വരുതിയിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ കബളിപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിത്വം നേടിയെടുത്തത് എന്ന് PK കുഞ്ഞാലിക്കുട്ടിയെ പരോക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ രണ്ടത്താണി ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. PK നവാസ്, PK ഫിറോസ്, TP അഷ്റഫ് അലി ഉൾപ്പെടെയുള്ള യുവ നേതാക്കൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകിയതിന് അദ്ദേഹം അഭിനന്ദിക്കുന്നു. ഈ വേങ്ങരയിലേക്ക് KM ഷാജിയെ കൊണ്ടുവന്നതിന് അദ്ദേഹം അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. 2 തവണ ജയിക്കുകയും 2 തവണ തോൽക്കുകയും ചെയ്ത KM ഷാജിയെ പരിഗണിച്ചതും അഭിനന്ദനാർഹം തന്നെ എന്ന് പറയുമ്പോൾ ഈ പറയുന്ന അബ്ദുറഹ്മാൻ രണ്ടത്താണിയും 2 തവണ മത്സരിച്ച് നിയമസഭയിൽ എത്തുകയും കഴിഞ്ഞ തവണ പരാജയപ്പെടുകയും ചെയ്തയാളാണ്. ഇദ്ദേഹത്തിനും അർഹതയുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതീതിയാണ് ആ പോസ്റ്റിൽ നിന്ന് അല്ലെങ്കിൽ ആ കമന്റിൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിലെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഈ അബ്ദുറഹ്മാൻ രണ്ടത്താണിയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറല്ല എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. പല ആളുകളും, മുതിർന്ന പല നേതാക്കളും, AK ആന്റണിയും ഔക്കാദർ കുട്ടിനഹ ഉൾപ്പെടെയുള്ള ആളുകൾ മത്സരിച്ച തിരൂരങ്ങാടിയിൽ എന്തു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറഞ്ഞതുപോലെ PMA സമീറിന് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം. മുസ്ലിം ലീഗിനകത്ത് ഇത്തരത്തിലുള്ള അതൃപ്തി പുകയുകയാണ്. കുന്നത്ത് മുഹമ്മദ്, മങ്കടയിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിരുന്നു കുന്നത്ത് മുഹമ്മദ്. നേരത്തെ തന്നെ അവിടെ മഞ്ഞളാംകുഴി അലിക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നതിനെതിരെ പരസ്യമായി പ്രതിഷേധിക്കുകയും അങ്ങനെ സംസ്ഥാന കമ്മിറ്റി തന്നെ കുന്നത്ത് മുഹമ്മദിനെ പുറത്താക്കുന്ന ഒരു സാഹചര്യവും അവിടെ ഉണ്ടായിരുന്നു. മുസ്ലിം വനിതാ ലീഗിനകത്തും ഇത്തരത്തിലുള്ള അതൃപ്തി പുകയുകയാണ്. 2 വനിതകൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകി എന്ന് പറയുന്ന സമയത്തായാലും വനിതാ ലീഗിന്റെ ഭാരവാഹികൾക്ക് സ്ഥാനാർത്ഥിത്വം നൽകാത്തതിനെതിരെ കടുത്ത പ്രതിഷേധം, അത് ഈ പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ മികച്ചതാണ് എന്ന പ്രതികരണങ്ങൾ നേതാക്കൾ നടക്കുന്ന സമയത്ത് തന്നെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, വനിതാ ലീഗിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ രംഗത്ത് വരുന്നത് മുസ്ലിം ലീഗിനകത്ത് എന്തായാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയിലേക്കാണ് നയിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.